കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നൊരു അഭിപ്രായം CNN അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം നൽകിയത് അങ്ങനെ കാണാൻ കഴിയുമോ നിലവിലെ സാഹചര്യത്തിൽ? അങ്ങനല്ലേ. ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പോയി കണ്ടു. ഞാനത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ശരിക്ക് ആ നിലക്ക് നിരീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം സമയം ചോദിച്ചത്. ആ സമയം പ്രധാനമന്ത്രി കൊടുത്തു. പ്രധാനമന്ത്രിയെ പോയി കണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രയോജനം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യമില്ല. പിന്നെ പ്രധാനമന്ത്രിയെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാവട്ടെ, സമുദായ സംഘടനകളുടെ നേതാക്കന്മാരാവട്ടെ പോയി കാണുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലയിൽ തന്നെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയുകയും അവക്ക് പരിഹാരം അദ്ദേഹത്തിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അതാണല്ലോ ഇപ്പോൾ പാർലമെന്റിൽ മുസ്ലിം ലീഗിന്റെ എംപിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലീഗ് എംപിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ദുരിതാശ്വാസ നിധിക്ക് രൂപം നൽകിയപ്പോൾ ആദ്യമായിട്ട് അതിലേക്ക് സംഭാവന കൊടുത്തത് മുസ്ലിം ലീഗാണ്. 25 ലക്ഷം രൂപ ആ കാലത്ത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും കൂടി ഒരുമിച്ച് പോയിട്ടാണ് ആ തുക കൊടുത്തത്. പിന്നെ അതൊക്കെ എങ്ങനെ ചെലവാക്കി എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെ ലീഗിന്റെ എംപിമാർക്ക് പ്രധാനമന്ത്രിയെ പോയി കാണാമെങ്കിൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ശക്തമായി നരേന്ദ്രമോദിയോട് വിയോജിപ്പുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ പോയി കണ്ട് പ്രശ്നങ്ങൾ ധരിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് എ പി അബൂബക്കർ മുസ്ലിയാർക്കും അതുപോലെ തന്നെ മറ്റു മതസംഘടനാ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രിയെ പോയി കാണുകയും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൂടാ? കണ്ടതിലല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷം സുരക്ഷിതമാണെന്ന് പറഞ്ഞതിലാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. അല്ല, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല. കാരണം വലിയ പ്രതിസന്ധിയെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വിദേശ ഏജൻസിക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയാം. പക്ഷേ പുറത്തെ ഒരു ഏജൻസിക്ക്, ഒരു വാർത്താ ഏജൻസിക്ക്, അത് അദ്ദേഹം ഇന്ത്യയിലെ പത്രങ്ങളോടല്ല പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് 18 ഇംഗ്ലീഷ് ചാനലിനോടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത്, അപ്പോൾ ഒരു വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു ഏജൻസിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആഭ്യന്തര പ്രശ്നം അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ളൊരു സ്പിരിറ്റിലാവാം അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദേശ ഏജൻസികൾക്കൊക്കെ, വാർത്താ ഏജൻസികൾക്കൊക്കെ ന്യൂസുകൾ കൊടുക്കുമ്പോൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മളൊക്കെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ചില വിഷയങ്ങളുണ്ട്. പക്ഷെ ബേസിക്കലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് പറയുന്നതും ഇന്ത്യക്ക് പുറത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മളുടെ കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യം എന്നുള്ള നിലക്ക് അതിനെ കണ്ട് പുറമെ ഞങ്ങൾ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു ധ്വനി വരുത്താൻ വേണ്ടിയിട്ടാകും എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാണെങ്കിലും സുന്നി ഐക്യത്തിലും അതുപോലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ജിഷാദ് വളഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.